അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യൻ അവൻ്റെ ശരീരത്തിനുണ്ടാകുന്ന വേദനകളും രോഗങ്ങളും അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി അത് പഠിക്കുകയും അതിനുവേണ്ടി ധാരാളം സമ്പത്തും സമയവും ചെലവഴിച്ച് അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കാറുമുണ്ട്. എന്നാൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ആത്മാവിന് ഉണ്ടാകുന്നതായ രോഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ആത്മാവിൻ്റെ രോഗം എന്താണെന്ന് നാം തിരിച്ചറിയണം. അതിനുവേണ്ടിയുള്ളതായ ചികിത്സ നടത്തലാണ് വളരെയേറെ പ്രധാനപ്പെട്ടത്. കാരണം നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ശരീരത്തിനുണ്ടായ രോഗത്തെ സംബന്ധിച്ചല്ല ചോദ്യം ചെയ്യുന്നത്, മറിച്ച് അവൻ്റെ ആത്മാവ് ഉണ്ടായതായ രോഗത്തെ സംബന്ധിച്ചാണ് ചോദ്യം ചെയ്യുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. സഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, അലാ അദുല്ലുക്കും അലാ ദാഇക്കും വ ദവാഇക്കും, നിങ്ങൾക്ക് ഞാൻ ഒരു രോഗത്തെ സംബന്ധിച്ച് പഠിപ്പിച്ചു തരട്ടെയോ, അതിൻ്റെ മരുന്നിനെ സംബന്ധിച്ചും ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ എന്ന് സഹാബത്തിനോട് നബി തങ്ങൾ ചോദിക്കുകയായി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് പറഞ്ഞു, അലാ നിങ്ങൾ അറിയണം, ഇന്ന ദാഅക്കും അദ്ദുനൂബു, നിങ്ങൾക്കുള്ള ആ രോഗം അത് പാപമാണ്. വദ്ദവാഉക്കും അൽ ഇസ്തിഗ്ഫാറു, ആ പാപം എന്ന രോഗത്തിനുള്ള ചികിത്സ അൽ ഇസ്തിഗ്ഫാറു, പാപമോചനം അല്ലാഹു തആലയോട് ചോദിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹൃദയത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ രോഗമാണ് ഒരു മനുഷ്യൻ പാപം ചെയ്യുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയതിനെ, അവൻ ഇഷ്ടപ്പെടാത്തതായ കാര്യത്തെ ഒരു മനുഷ്യൻ പ്രവർത്തിക്കൽ, അത് പാപകരമായി മാറുകയാണ്. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് അത് എതിരായി മാറുകയാണ്. അത് കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പാപം പുറത്തു കൊടുത്തില്ലെങ്കിൽ നരകത്തിലേക്ക് അവന് വലിച്ചെറിയുകയും ചെയ്യും. നമുക്കറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് അധിഷ്ഠിതമായി ജീവിക്കുന്നതിന്, അത് മുഖേന സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് അവൻ്റെ ജീവിതത്തിൽ യാതൊരു വിധമായ പ്രയാസവുമില്ല. അതെല്ലാം ജനങ്ങൾ കാണുന്ന തരത്തിൽ സുഖകരമായി ചെയ്യാൻ കഴിയും. നമുക്കറിയാം, ഒരു മനുഷ്യൻ ഒരു പാപം ചെയ്യണമെങ്കിൽ എന്തെല്ലാം പ്രയാസങ്ങൾ അതിൻ്റെ പിന്നിൽ അവൻ അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ വെള്ളം കുടിക്കുന്ന ഒരു മനുഷ്യൻ എവിടെ വെച്ച് വേണമെങ്കിലും വെള്ളം കുടിക്കാം. ചായ കുടിക്കുന്ന മനുഷ്യൻ എവിടെ വെച്ചും ചായ കുടിക്കാം. ഇങ്ങനെ ആ മനുഷ്യന് അനുവദനീയമായി കുടിക്കാനുള്ള എന്തെല്ലാം വസ്തുക്കളുണ്ടോ അത് എവിടെ വെച്ചും എപ്പോഴും ആ മനുഷ്യന് കുടിക്കാൻ സാധ്യമാകും. എന്നാൽ നേരെ മറിച്ച് ആ കുടിക്കുന്ന അതേ രീതിയിൽ മദ്യമാണ് ഒരു മനുഷ്യൻ കുടിക്കുന്നതെങ്കിലോ ആ മനുഷ്യന് വളരെയേറെ പ്രയാസകരമാണ്. മദ്യം കുടിക്കണമെങ്കിൽ ആ മനുഷ്യൻ ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത്, ആളൊഴിഞ്ഞ ഭാഗത്ത് ജനങ്ങളുടെ കണ്ണ് വെട്ടിച്ച് ഭയത്തോടു കൂടി മാത്രമേ അവൻ കുടിക്കാൻ സാധ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു മനുഷ്യന് പണം സമ്പാദിക്കണം. ആ പണം സമ്പാദിക്കുന്നതായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് അനുവദനീയമായ മാർഗത്തിൽ കൂടി കച്ചവടം ചെയ്ത് പണമുണ്ടാക്കാം. അതുപോലെ തന്നെ തൊഴിലുകൾ ചെയ്ത് പണമുണ്ടാക്കാം. ഇങ്ങനെ പല മേഖലകളിലൂടെയും പണമുണ്ടാക്കാം. നേരെ മറിച്ച് ഹറാമായ രീതിയിലും പണമുണ്ടാക്കാൻ വഴിയുണ്ട്. മദ്യക്കച്ചവടം ചെയ്യൽ, അതുപോലെ തന്നെ ലഹരി വസ്തുക്കൾ കച്ചവടം ചെയ്യൽ, ഇതെല്ലാം ജനങ്ങളുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് പാതിരാവിലോ മറവിലോ ആയിരിക്കും ഇതെല്ലാം ചെയ്യേണ്ടി വരുന്നത്. ഇങ്ങനെ മനസ്സിന് വേദന തട്ടിക്കൊണ്ടുണ്ടാക്കുന്നതായ സമ്പത്ത്, ഇങ്ങനെ ഓരോ മനുഷ്യനും അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ അല്ലാത്തതായ ഒരു ജീവിതമാണ് നയിക്കുന്നത് എങ്കിൽ, അഥവാ നരകത്തിലേക്ക് പോകാനുള്ളതായ ഒരു മാർഗത്തെക്കുറിച്ചാണ് അവൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതെങ്കിൽ, അതിലെല്ലാം ഒരുപാട് വേദനകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് വേണം അവനതെല്ലാം ചെയ്യാൻ. എന്നാൽ സ്വർഗത്തിലേക്ക് പോകാൻ, അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം വളരെ സുഖകരമായ നിലയിൽ, അനായാസകരമായ നിലയിൽ അവനത് നേടിയെടുക്കാനും പ്രവർത്തിക്കാനും സാധ്യമാകും. അപ്പോൾ സ്വർഗത്തിലേക്ക് പോകാനുള്ളതായ വഴി വളരെയേറെ എളുപ്പമാണ്. പക്ഷേ ആ എളുപ്പമായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ ഒരു വിഭാഗം ആൾക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമദാനിൽ കോടിക്കണക്കിനായ ജനങ്ങൾക്കാണ് പാപമോചനം നൽകിക്കൊണ്ട് സ്വർഗപ്രവേശനം നൽകാൻ തയ്യാറായിരിക്കുന്നത്. എന്നാൽ അതിൽ തന്നെ പ്രധാനപ്പെട്ടതായ ഒരു 10 ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്.
ധാരാളം ആവശ്യങ്ങൾ അല്ലാഹു തആല അവർക്ക് നിറവേറ്റി കൊടുക്കുന്നു. ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിറവേറ്റി കൊടുക്കുകയാണ്. ആ 10 ദിനം ഇതാ നമ്മിലേക്ക് സമാഗതമാകുകയാണ്. ഇനി അടുത്ത് കടന്നു വരുന്നതോ മഗ്ഫിറത്തിന്റെ 10 ആ മഗ്ഫിറത്തിന്റെ അഥവാ പാപമോചനത്തിന്റെ 10 അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും അപരാധങ്ങളും തെറ്റുകുറ്റങ്ങളും ഒക്കെ തുറന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞുകൊണ്ട് നാം മാപ്പപേക്ഷിക്കണം. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസുഹാ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പശ്ചാത്തപിക്കുവിൻ എന്ന് വിശുദ്ധമായ ഖുർആനിൽ കൂടി ഉണർത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പശ്ചാത്താപത്തെ ആഗ്രഹിക്കുകയാണ്. അവന്റെ അടിമകളായ ജനങ്ങൾക്ക് പാപം പുറത്തു കൊടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ളതായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ സർവ്വ പാപങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ കൂടി ഉണർത്തുകയാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ വ യുഹിബ്ബുൽ മുതതഹിരീൻ. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്തപിക്കുന്നവരെയും വിശുദ്ധന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇങ്ങനെ പശ്ചാത്തപിക്കുമ്പോൾ ആ മനുഷ്യൻ അവൻ്റെതായ ഹൃദയം ശുദ്ധീകരിക്കുകയാണ്. അപ്പോൾ പശ്ചാത്തപിക്കലോടുകൂടി തന്നെ അവൻ ശുദ്ധീകരണത്തിൽ അവൻ ഏർപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ശുദ്ധീകരണം ഉള്ളതായ വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ എല്ലാ പാപങ്ങളും ഏറ്റുപറയണം. അതിനുള്ളതായ ദിനങ്ങളാണ്, അതിനുള്ളതായ രാവുകളാണ് നമ്മിലേക്ക് ഇതാ വന്നണയുന്നത്. ആ രാവുകളെയും ദിനങ്ങളെയും നാം നല്ല നിലയ്ക്ക് ഉപയോഗപ്പെടുത്തിയെടുത്തില്ല എങ്കിൽ നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കോപത്തിന് നാം പാത്രമായി തീരും. നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പശ്ചാത്തപിക്കുമ്പോൾ 4 നിബന്ധനകൾ പാലിച്ചിരിക്കണം. ഒന്ന്, നാം ചെയ്തു പോയ പാപത്തിന്റെ പേരിൽ ഒരു ഖേദം നമുക്കുണ്ടാകണം. മറ്റൊന്നാണ്, നാം ചെയ്തു പോയ പാപങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും പിഴുതെറിയണം. അങ്ങനെ ഒരു പാപം ചെയ്തില്ല എന്ന ആ ഒരു മനസ്സ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. മൂന്നാമതൊന്നാണ്, നാം ഇനി അത്തരം പാപങ്ങളിലേക്ക് മടങ്ങുകയില്ല എന്ന് ഒരു തീർച്ചപ്പെടുത്തൽ, ഒരു തീരുമാനം അതിൽ നാം ഉണ്ടാക്കിയെടുക്കണം. മറ്റൊന്നാണ്, ജനങ്ങളുമായിട്ടുള്ളതായ ബാധ്യതകൾ. പലിശ മേടിച്ചവരുണ്ടാകും, പരദൂഷണം പറഞ്ഞവരുണ്ടാകും, അതുപോലെ തന്നെ ഏഷണി തുടങ്ങി ജനങ്ങളോട് പലവിധമായ പൊരുത്തപ്പെടാനുള്ളതായ ബാധ്യതകൾ ഉണ്ടാകും. അങ്ങനെ പൊരുത്തപ്പെടിക്കാനുള്ളതായ ബാധ്യതകൾ ഉള്ളപ്പോൾ ആ ബാധ്യത കൂടി പൂർത്തീകരിച്ചുകൊണ്ട് നാം പശ്ചാത്താപത്തിലേക്ക് നീങ്ങിയാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പശ്ചാത്താപം സ്വീകരിക്കുകയും ഒരു കൊച്ചുകുട്ടിയുടെ ഹൃദയം എത്രത്തോളം ശുദ്ധമാണോ ആ ശുദ്ധമായ ഹൃദയത്തോടു കൂടി നമുക്ക് ഈ വിശുദ്ധമായ റമദാനിലെ ബാക്കി ദിനങ്ങളെ നമുക്ക് സ്വീകരിക്കാനും സാധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പശ്ചാത്താപം സ്വീകരിച്ചവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വരുന്ന ദിനരാത്രങ്ങളെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.